സർക്കാർ രൂപീകരണത്തിലുള്ള അവകാശവാദം ഉന്നയിക്കുന്നതിന് ഘടകകക്ഷികൾക്കൊപ്പം പോകാൻ സണ്ണി ജോസഫ് ഗവർണറെ കാണും എന്നാണ് KPCC പ്രസിഡന്റ് ഗവർണറെ കാണുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ആർ ശ്രീജിത്ത് കന്റോൺമെന്റ് ഹൗസിന് മുമ്പ് ചേരുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ ആലുവയിലെ ദേശത്തുള്ള VD സതീശൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് യാത്രയായിട്ടുണ്ട്. അദ്ദേഹം താമസിക്കുന്ന കന്റോൺമെന്റ് ഹൗസിന് മുന്നിൽ ആർ ശ്രീജിത്ത് ഇപ്പോഴുണ്ട്. ശ്രീജിത്തെ, കൂടുതൽ വിവരങ്ങൾ എന്താണ്? സണ്ണി ജോസഫ് ഗവർണറെ കാണുന്ന വിവരം കൃത്യമായി വെളിപ്പെടുത്തിയോ? സ്ഥിരീകരിച്ച വിവരമാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ശേഷം ലോക് ഭവനിലെത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ കാണും. UDFന്റെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട അവകാശവാദം ഉന്നയിക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിന്റെ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി സണ്ണി ജോസഫ് കൂടിക്കാഴ്ച നടത്തുന്നത്. 1 മണിക്കാണ് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം. ആ യോഗത്തിൽ വെച്ച് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് ആരാണ്, മുഖ്യമന്ത്രി ആരാണെന്ന കാര്യം ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും. അതിനുശേഷം UDF യോഗമുണ്ട്. ഈ UDF യോഗവും കഴിഞ്ഞ ശേഷമായിരിക്കും ലോക് ഭവനിലെത്തി ഗവർണറെ കാണുന്നത്. 102 MLA-മാരുടെ പിന്തുണയാണ് UDFന് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പിന്തുണ ഗവർണറെ അറിയിക്കും. അതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞയ്ക്കുള്ള മറ്റൊരുക്കങ്ങളിലേക്ക് കോൺഗ്രസും UDFും കടക്കുകയാണ്. അതിന്റെ ആദ്യപടിയായാണ് ലോക് ഭവനിലെത്തി ഗവർണറെ കാണുന്നത്. 3 മണിക്ക് ശേഷമായിരിക്കും കൂടിക്കാഴ്ച എന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ലോക് ഭവനിലും അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് എത്തുന്ന വിവരം സ്ഥിരീകരിക്കുന്നുണ്ട്. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.